ഹലോ. ഇന്ന് ട്രാവലിംഗ് വീഡിയോ ഒന്നല്ല കേട്ടോ. ഞാൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ വീട്ടിലേക്ക് പോകുന്നതാണ്. അപ്പോൾ വീട്ടിൽ എൻ്റെ ക്രാഫ്റ്റ് റൂം മൊത്തമായിട്ട് വൃത്തികേടായിട്ട് കിടക്കുകയാണ്. അതേപോലെ ഞാൻ വീട്ടിൽ നിന്ന് കുറേ സാധനമൊക്കെ പൊറുക്കിയിട്ട് ഹസ്ബൻഡിൻ്റെ വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. ദുബായിൽ നിന്നൊക്കെ വന്ന പോലെ പെട്ടിയൊക്കെ എടുത്തിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത്രയും സാധനങ്ങൾ ഞാൻ എടുത്തിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ക്രാഫ്റ്റ് ചെയ്യാൻ മാത്രമുള്ള സാധനം ഓവറായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് അവിടുന്ന് ക്രാഫ്റ്റ് വീഡിയോസ് അധികം എടുക്കാനും പറ്റിയിട്ടില്ല. പിന്നെ നമ്മുടെ ഡെസ്കിൻ്റെ ഒക്കെ അവസ്ഥ ഇതാണ്. ജനലിൻ്റെ സൈഡിലൊക്കെ ഇങ്ങനെ ഒരുപാട് പേപ്പേഴ്സും കാര്യങ്ങളും അതേപോലെ തന്നെ ചെയ്ത ക്രാഫ്റ്റും കാര്യങ്ങളൊക്കെ ഇങ്ങനെ വലിച്ചിട്ട പോലെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതൊന്ന് നമുക്ക് എല്ലാം ഒന്ന് മേക്ക് ഓവർ ചെയ്തെടുക്കണ്ടേ, ഒന്ന് അടിപൊളിയാക്കി സെറ്റാക്കി എടുക്കാം. ഇപ്പോൾ തൽക്കാലം ഒരു കുഞ്ഞ് ക്രാഫ്റ്റ് ഏരിയ ആണ്. കുറച്ചും കൂടി കഴിഞ്ഞാൽ മീൻസ് ഒരു 2K 3K സബ്സ്ക്രൈബേഴ്സ് ആവുമെന്ന് വിചാരിക്കുന്നു. ആ സമയത്ത് നമുക്ക് സെറ്റാക്കാൻ കുറച്ചും കൂടെ ഇപ്പോൾ ചെറിയൊരു രീതിയിലുള്ള മേക്ക് ഓവർ ആണ് കേട്ടോ. മേക്ക് ഓവർ അല്ല, ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്യാണ്. ഞാൻ ആദ്യം ഇരുന്നിട്ടുണ്ടായ ഭാഗമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യൽ മാത്രമാണ്. മേക്ക് ഓവറൊക്കെ നമുക്ക് പിന്നെ ചെയ്യാം. അപ്പോൾ ഈ ഒരു കുറേ ഡയറീസൊക്കെ ഉണ്ട്, അത് എല്ലാം ഒന്ന് ശരിക്കും ഒന്ന് എടുത്ത് വെക്കണം. പിന്നെ വേസ്റ്റ് കുറേ ഉണ്ട് കേട്ടോ, അതൊക്കെ ഒന്ന് കളയണം. അപ്പോൾ ഞാൻ എല്ലാം ബെഡിൻ്റെ മുകളിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ആവശ്യമുള്ളതൊക്കെ ഒന്ന് സെറ്റാക്കി വെക്കാം. അപ്പോഴാണ് ഞാൻ ഉണ്ടാക്കിയ ഈ പോപ്പർ കണ്ടത് കേട്ടോ. അപ്പോൾ ഇതൊന്ന് പൊട്ടിച്ച് വെക്കാമെന്ന് വിചാരിച്ച്. എന്തായാലും വൃത്തികേടാണ്, അപ്പോൾ അതിൻ്റെ കൂടെ ഒരു വൃത്തികേടാക്കിയിട്ട് അത് വൃത്തിയാക്കുമ്പോൾ ഒരു സുഖമല്ലേ. അപ്പോൾ ആദ്യം ഞാൻ ഇതൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് അടിച്ചു വരുന്നുണ്ട്. വീഡിയോ എടുത്തരാനൊന്നും ആരും ഇല്ല കേട്ടോ, സ്വന്തം തന്നെയാണ് എല്ലാം ചെയ്യുന്നത്. കുറച്ച് കഷ്ടപ്പാടൊക്കെ ഉണ്ട്, നമ്മൾ തന്നെ ഉണ്ടാക്കി വെച്ച കാര്യമല്ലേ, അപ്പോൾ നമ്മൾ തന്നെ ഒന്ന് വൃത്തിയാക്കി എടുക്കണ്ടേ. അപ്പോൾ ഒന്ന് കഷ്ടപ്പെടുകയൊക്കെ ചെയ്യുന്നതിൽ വലിയ കുഴപ്പമൊന്നുമില്ല അല്ലേ. പിന്നെ നമ്മളിതൊന്ന് ക്ലീൻ ചെയ്തെടുത്തതിന് ശേഷം ഒന്ന് തുടച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. നല്ല വൃത്തികേടായിട്ടുണ്ട്. ഞാനില്ലാത്ത ടൈം നോക്കിയിട്ട് എൻ്റെ ഇത്താത്താൻ്റെ മോളിൽ ഇതിൻ്റെ അകത്ത് കയറിയിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെയോ കള്ളത്തരം ഇവിടെ ഒപ്പിച്ച് വെച്ചിട്ടുണ്ട്, എന്തൊക്കെയോ കാണാണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ സൈഡൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇപ്പുറത്തെ സൈഡും കൂടി ക്ലീൻ ചെയ്തെടുക്കാം. പിന്നെ ഈ മാർക്കേഴ്സാണ് മെയിൻ പ്രശ്നം. കുറേ ഉണ്ട്, അപ്പോൾ ഏതിലൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യണമെന്ന് എനിക്ക് തന്നെ അറിയില്ല. അപ്പോൾ തൽക്കാലം ഇപ്പോൾ ഇതിൽ കുറച്ച് വെക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ബാക്കിയുള്ളത് ഏതിലെങ്കിലും ഒന്ന് സെറ്റ് ചെയ്യാമെന്നൊക്കെ വിചാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് ഹെൽപ്പിന് ഇതാ വന്നിട്ടുണ്ട് ഇത്താത്താൻ്റെ മോള്. ഞാൻ ചോദിച്ചപ്പം പറഞ്ഞു ഞാനൊന്നും എടുത്തിട്ടില്ല എന്ന്. പോയത് പോയി. ഇനിയിപ്പോൾ പറഞ്ഞിട്ട് എന്ത് കാര്യം, ആളോട് ചോദിച്ചിട്ടും കാര്യമൊന്നുമില്ല. അപ്പം ബാക്കിയുള്ളത് മാർക്കേഴ്സ് നമുക്ക് വേറെ ഏതെങ്കിലും സെറ്റ് ചെയ്യാം. ഇനി ഇതിലേക്ക് ഞാൻ ആ ഡയറീസൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു ഓർഗനൈസർ ഞാൻ മുന്നേ ഉണ്ടാക്കിയതായിരുന്നു. ഈ 3 ഡയറിയും അതിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. ഒന്ന് ഡയറി അല്ല, ഒന്നൊരു ബുക്കാണ് കേട്ടോ. അപ്പോൾ ഇത് 3 ഞാൻ ഇതിൽ സെറ്റ് ചെയ്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഈ ഒരു സൈഡിലായിട്ട് ഈ പ്ലാന്റ് വെച്ച് കൊടുക്കാം. ഇത് ഞാൻ ഉണ്ടാക്കിയ പ്ലാന്റ് ഒരു ബോട്ടിൽ വെച്ചിട്ടുണ്ടാക്കിയതായിരുന്നു. എൻ്റെ ചാനൽ സ്ഥിരമായിട്ട് കാണുന്നവർക്ക് ഇതൊക്കെ അറിയായിരിക്കും. പിന്നെ സിസേഴ്സൊക്കെ നമ്മൾ ഈ ഒരു പെൻസിൽ ഹോൾഡറിലേക്ക് മാറ്റിയിട്ടുണ്ട്. പിന്നെ ഈ മേശേൻ്റെ കാര്യം പറയണ്ട കേട്ടോ. എൻ്റെ മക്കളെ ഇതിൻ്റെ അകത്ത് ഫുള്ള് വൃത്തികേടായിട്ടാണുള്ളത്. അപ്പോൾ ഇതൊന്ന് ഫുള്ള് സെറ്റാക്കി എടുക്കണം. അപ്പോൾ ഫുള്ള് സെറ്റാക്കി എടുത്തിട്ടുണ്ട്, നല്ല ക്ലീനാക്കി എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കാണുമ്പോൾ മനസ്സിനൊരു കുളിർമയാണ്. കാരണം വേറൊന്നുമല്ല, നമ്മൾ തന്നെ ഉണ്ടാക്കിയ കച്ചറ നമ്മൾ തന്നെ അടിച്ചുവാരി വൃത്തിയാക്കുമ്പോൾ ഒരു സമാധാനമാണ് കേട്ടോ. പിന്നെ ബാക്കിയുള്ള സ്കെച്ച് പെന്നൊക്കെ ഇതിലേക്ക് ഇട്ട് വെച്ചിട്ടുണ്ട്, അതും അങ്ങനെ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഫൈനലി എല്ലാം വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കാണുമ്പോൾ ഒരു സമാധാനമൊക്കെ ഉണ്ട് മനസ്സിൽ. ആദ്യം അജലിൻ്റെ ഒക്കെ അവസ്ഥ എന്തായിരുന്നു എന്നുള്ളത് നിങ്ങൾ കണ്ടതല്ലേ. അപ്പോൾ എല്ലാം ക്ലീനാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു ക്രാഫ്റ്റ് ചെയ്യാനുള്ള മൂഡൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി അങ്ങോട്ട് നമുക്ക് പൊളിക്കാം, അടിപൊളി ക്രാഫ്റ്റൊക്കെ ചെയ്യാം. അങ്ങനെ വിചാരിക്കുന്നുണ്ട് അടിപൊളി ക്രാഫ്റ്റൊക്കെ ചെയ്യണമെന്ന്. അപ്പോൾ ഫൈനലി നമ്മുടെ റൂമൊക്കെ അടിപൊളിയായി കിട്ടിയിട്ടുണ്ട്. പിന്നെ ഞാൻ മുന്നേ ചെയ്ത ഗ്രിഡ് അതേപോലെ തന്നെ ടെക്സ്ചർ ആർട്ടൊക്കെ നമ്മുടെ ഫ്രെയിം അതെല്ലാം നമ്മുടെ വാളിൽ തൂക്കിയിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ആരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കണ്ട.